UDF-ൽ ചേക്കേറിയ RSP കുറച്ചുകാലം കൂടി മാത്രമേ ഉണ്ടാകൂ എന്ന് കോവൂർ കുഞ്ഞുമോൻ. RSPയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. RSPയിൽ നിൽക്കുന്ന അണികൾ പോലും ആശങ്കയിലാണ്. ഇടതുപക്ഷ ബദൽ എന്ന ആശയം കൊണ്ടുവന്നത് RSPയാണ്. മുന്നണി മാറ്റം വേഗത്തിലായിരുന്നു. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ RSP LDF-ൽ മടങ്ങി വരണമെന്നും കോവൂർ കുഞ്ഞുമോൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൊല്ലത്ത് ശക്തമായ പോരാട്ടം നടക്കുന്ന കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലാണ് കുന്നത്തൂരുകാരുടെ പ്രിയപ്പെട്ട MLA 25 വർഷമായി കുന്നത്തൂരുകാരുടെ പ്രിയപ്പെട്ട MLA കോവൂർ കുഞ്ഞുമോൻ ന്യൂസ് മലയാളത്തിനൊപ്പം ചേരുന്നു. ശക്തമായ ഒരു പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ടല്ലേ? എല്ലാ തെരഞ്ഞെടുപ്പും വളരെ ശക്തമായ നിലയിലാണല്ലോ 140 മണ്ഡലത്തിൽ നടക്കുന്നത്. RSPകൾ തമ്മിലുള്ള മത്സരമാണ്. മാതൃസംഘടന എന്നുള്ള ആൾ തന്നെയാണ്, കഴിഞ്ഞ മത്സരിച്ച ആൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന RSP നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് അറിയുന്നുണ്ട്. RSPയിലെ തന്നെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം BJPയിലേക്ക് പോയി, സജി ഡി ആനന്ദ് എന്ന് പറഞ്ഞ ഇരവിപുരത്ത്. അപ്പോൾ നിലവിലെ RSPയുടെ ഒരു അവസ്ഥ, മാതൃസംഘടനയുടെ അവസ്ഥ എങ്ങനെയാണ് അങ്ങോട്ട് കാഴ്ച? ആ പാർട്ടി കുറച്ച് നാളുകൾ കൂടി മാത്രമേ കാണുകയുള്ളൂ. ഒരു ക്രെഡിബിലിറ്റി ഉള്ള പാർട്ടിയായിരുന്നു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഞാൻ അതിലെ അംഗമായിരുന്നു. വളരെ അഭിമാനം തോന്നുകയാണ്. അങ്ങനെ ഒരു ജനകീയ വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന കശുവണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, ഇഷ്ടിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, മത്സ്യമേഖലയിൽ അതേപോലെ തന്നെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള അവകാശ സമരങ്ങൾ നേടിയെടുക്കാൻ ചരിത്രപരമായ പ്രവർത്തനം നിർവഹിച്ച ഒരു പാർട്ടി ഈ നിലയിലേക്ക് പോകുന്നത് എനിക്കും വളരെ ദുഃഖമുണ്ട്. എനിക്ക് മാത്രമല്ല, ആ പാർട്ടിയിൽ ഇന്ന് നിൽക്കുന്ന മുഴുവൻ അണികൾക്കും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആശങ്കയും ഉത്കണ്ഠയുമുണ്ട്. അങ്ങെടുത്ത നിലപാടായിരുന്നു ശരി? നിലവിൽ അങ്ങ് അന്നും ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്നു, ഇപ്പോഴും അങ്ങ് അതേ സ്റ്റാൻഡിൽ തന്നെ തുടരുകയാണ്. UDF-ലേക്ക് 34 വർഷക്കാലം ഇടതുപക്ഷ ബദൽ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്ന് അതിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിച്ച ഒരു പാർട്ടി. ഞങ്ങളാരും പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു പാർട്ടിയുടെ. ഞങ്ങളാരും പറഞ്ഞില്ല ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും വരണം, മുന്നണി വിടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കുക ഒരു പാർട്ടി പ്രവർത്തകൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ്. പാർട്ടി ഇടുന്ന പ്രോഗ്രാമുകൾ പാർട്ടി നേതാക്കന്മാർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള എളിയ പ്രവർത്തകരുടെ കടമയാണ്. മാതൃസംഘടന തിരിച്ച് LDF-ലേക്ക് മടങ്ങി വരണം എന്നൊരാഗ്രഹം അങ്ങക്കുണ്ടോ വ്യക്തിപരമായി? RSP എന്ന് പറയുന്ന പ്രസ്ഥാനം UDF-ൽ നിൽക്കേണ്ടുന്ന പാർട്ടിയല്ല. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പാർട്ടിയാണ് RSP. ഇടതുപക്ഷത്തേക്ക് വരണമെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാടല്ല, RSPയിലെ എല്ലാ അപ്പുറത്ത് നിൽക്കുന്നവർ പോലും ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തിലേക്ക് വരിക. ആ മുന്നണി സംവിധാനം, അതാണ് ഒരു ജനകീയ മുന്നണി. ഇടതുപക്ഷ മുന്നണി ജനകീയ മുന്നണിയാണ്. തീർച്ചയായിട്ടും തികഞ്ഞ വിജയപ്രതീക്ഷയിലൂടെ പ്രചാരണ രംഗത്ത് ഇപ്പോൾ സജീവമായിരിക്കുകയാണ് കോവൂർ കുഞ്ഞുമോൻ. ക്യാമറമാൻ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.